കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബുകളിൽ വെച്ചുകൊണ്ട് നമ്മളോട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആരാ? സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവായ അസ്ഖലാനി തങ്ങൾ പറയാണ്, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബിൻ വലാ ഫീ സിയാമിഹി. റജബ് മാസത്തിന്റെ ഒരു തീയതിയിലും പ്രത്യേകം ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. സാധാരണ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, അത് റജബിലെടുക്കാം, ഒരു പ്രശ്നമില്ല. എല്ലാ മാസവും 13, 14, 15 നോമ്പുണ്ട്. ഈ മാസമുണ്ട്. എല്ലാ മാസത്തിലും ഒരു 3 നോമ്പെടുക്കാം എന്ന നിലക്കാണെങ്കിൽ 27-നും 17-നും 7-നും എപ്പോഴും എടുക്കാം. അതൊക്കെ ഹദീസിൽ വന്നതാണ്. അതല്ലാതെ ഒരു പ്രത്യേകമായ ഒരു നോമ്പില്ല. വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ, നിശ്ചയിച്ച ഒരു ദിവസം എന്ന് പറയുന്ന നോമ്പുമില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബിന്റെ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകമായ ഒരു നമസ്കാരത്തിന് ഇസ്ലാമിക ഹദീസുകളിൽ തെളിവ് കാണാനില്ല, രേഖയില്ല, ഉറപ്പില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോ 27 അന്ന് രാത്രി നമ്മുടെ പള്ളികളിൽ നാടുകളിൽ നടക്കുന്ന സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരത്തിനെന്താ കുഴപ്പം? അസ്ഖലാനി തങ്ങൾ പറയാണ്, ദീനിലില്ലാത്തതാണ്. ദീനിലില്ലാത്തത് ചെയ്തു കൂട്ടിയാൽ അതൊരു മനുഷ്യനെ വലിയ ആപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, ബിദ്അത്തിലേക്കാണ് അവനെ നയിക്കുന്നത്. അവൻ ചെയ്യുന്ന നന്മകൾ നമ്മളൊന്നും മുടക്കുകയല്ല. നമ്മൾ മിഫ്താഹുൽ ഖൈറാണ്, ശർറ് തടുക്കുന്ന ആളുകളാണ്, നന്മ തുറക്കുന്ന ആളുകളാണ്. പിന്നെ എന്തിനാ നമ്മൾ ഇത് പാടില്ലെന്ന് പറയുന്നത്? ഇസ്ലാമിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ്.